മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒരു കണ്ടുപിടുത്തമാണ് സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് ഒരു സെൻസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഒരു മനുഷ്യൻ്റെ വിരൽത്തുമ്പ് പതിച്ചു കഴിയുമ്പോൾ അത് ഒരു മിനി ഇലക്ട്രിക് ഫീൽഡ് സെൻസറായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വൈദ്യുത തരംഗം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ വൈദ്യുത തരംഗം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ നഖങ്ങളെയോ നമ്മളിടുന്ന ഗ്ലൗസിനെയോ ഒന്നും അത് ബാധിക്കുന്നില്ല. അതിനെ ഒരു രീതിയിലും ഷോക്ക് ബാധിക്കുന്നില്ല. പക്ഷേ ഈ സെൻസർ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ, നമ്മുടെ വിരൽ തൊട്ട് കഴിയുമ്പോൾ അത് മാറുകയാണ്. അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ വിരൽ ചലിക്കുന്നതിനനുസരിച്ച് മാറുകയാണ്. ദീർഘവർഷങ്ങൾ ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥൻ സ്റ്റീവ് ജോബ്സിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കിടുകാച്ചി ആശയമായിരുന്നു ഇത്. അന്നൊക്കെ അത് അദ്ദേഹം പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തിനെ കളിയാക്കിയെങ്കിലും പിന്നീട് അവരുടെ കമ്പനി തന്നെ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോട്ടോടൈപ്പിൻ്റെ നൂതന സാങ്കേതികതയുള്ള ഉപകരണമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ബുദ്ധിരാക്ഷസന്മാരുടെ കണ്ടുപിടുത്തമാണത്. കാരണം ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സ്ക്രീനിൽ മനുഷ്യൻ്റെ വിരൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കഴിയുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ മാറണം, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻസൊക്കെ പ്രവർത്തിപ്പത്തിൽ വരുമെന്ന് പറയുമ്പോൾ അത് സാധാരണയിൽ കവിഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിയുടെ ഒരു സൃഷ്ടിയാണത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ എത്രമാത്രം നൂതന സാങ്കേതികതയുള്ള ഒരു സംവിധാനമാണ് അതെന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. നോക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീനിൽ വിരൽ ഓടിക്കുമ്പോൾ അത് നടക്കുന്നു, ഇത് നടക്കുന്നു. ടച്ച് സ്ക്രീൻ സാങ്കേതികവിദ്യ. അപ്പോൾ ഈ ടച്ച് സ്ക്രീൻ സാങ്കേതികവിദ്യ ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഏതായാലും അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ടച്ച് സ്ക്രീൻ സാങ്കേതികവിദ്യ.